ഇതൊരു ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് അൺപ്ലാൻഡ് ട്രിപ്പാണ് കേട്ടോ. തമ്മിൽ കണ്ട് നല്ലൊരു മന്തിയും കഴിച്ച് 10 സെൽഫി എടുത്ത് 4 സ്വറയും പറഞ്ഞ് പിരിഞ്ഞു പോകാമെന്ന് കരുതി ഞങ്ങൾ അവസാനം ചെന്നെത്തിയത് മൺട്രോത്തുരുത്തിലാണ്. മൺട്രോത്തുരുത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ബേസിൽ ജോസഫിൻ്റെ പൊന്മാന പറഞ്ഞ സിനിമ വന്നതിന് ശേഷം മൺട്രോത്തുരുത്തും അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളും അവിടെ എത്തി. ഞങ്ങളവിടെ കുറച്ചു നേരം കായൽക്കാറ്റൊക്കെ കൊണ്ട് അവിടുത്തെ പച്ചപ്പും പ്രകൃതി ഭംഗിയും ഹരിതാപവും ഒക്കെ ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നടാ ഒരു കൊട്ടവഞ്ചി. എങ്കിൽ പിന്നെ ഒരു കൊട്ടവഞ്ചി റൈഡായാലോ? അങ്ങനെ അന്തപ്പക്കം കിടന്ന കൊട്ടവഞ്ചിയെ ചേട്ടാ ഞങ്ങൾക്ക് അങ്ങോട്ടല്ല ഇന്ദപ്പക്കമാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഇപ്പുറത്തോട്ട് വലിച്ചിടിയിപ്പിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഫ്രണ്ട്സിനെ എന്താ ഈ വീഡിയോയിൽ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് അവർക്ക് എൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലത്രേ. എങ്കിൽ ശരി, വേണ്ട. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ള് എൻ്റെ തല, എൻ്റെ ഫിഗർ, എൻ്റെ ബോഡി, പിന്നെ എൻ്റെ വളവളാന്നുള്ള സംസാരം, ഇത് മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. സഹിക്കാതെ. പിന്നെ ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചിയിലെ ചേട്ടൻ കേട്ടോ. ചേട്ടൻ്റെ പേര് സോറി, ബാക്കി നാടും വീടും ഊരും എല്ലാം ചോദിച്ചറിഞ്ഞു, പേര് മാത്രം ചോദിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ. എന്തായാലും നമ്മളിതാ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇത് കണ്ടൽക്കാടുകളാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ. ദൂരേന്നും അടുത്തു നിന്നും ഇടതൂർന്നൊരു പന്തൽ പോലെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞ പോലെ കൊട്ടവഞ്ചിയുടെ മുകളിൽ കയറി ഫോട്ടോയ്ക്കും വീഡിയോസിനും ഒക്കെ പോസ് ഇടുകയാണ് ഞാൻ. പിന്നീട് ആ ചേട്ടൻ പറഞ്ഞു, എങ്കിൽ പിന്നെ കണ്ടൽക്കാട് കണ്ടു മാത്രം പോണ്ട, അതിൻ്റെ ഇടയിൽ കൂടെ കയറാനും പറ്റുന്നു. എങ്കിൽ പിന്നെ ഒരു കൈ നോക്കാന്ന് കരുതി അങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന മരച്ചില്ലകൾക്കിടയിൽ കൂടി അത് നിഷ്പ്രയാസം കടന്നു പോകുന്ന എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിച്ചു, ഇതെന്താടാ ഇത് കുരങ്ങിൻ്റെ ജന്മം? സ്വാഭാവികം. ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഭർത്താവിനോ വീട്ടുകാർക്കോ വലിയ അത്ഭുതമോ ഞെട്ടലോ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർക്ക് പണ്ടേ അറിയാം ഞാനൊരു മരം കയറിയാണെന്ന്. എന്തായാലും കയറിപ്പോയ അതേ സ്പീഡിൽ തിരിച്ചിറങ്ങി വന്ന് കൊട്ടവഞ്ചിയിൽ ഞാൻ സ്ഥാനം പിടിച്ചു. അങ്ങനെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു നുഴഞ്ഞുകയറ്റം എന്ന കലാപരിപാടിക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകമാണ് കുട്ടവഞ്ചിയിൽ വട്ടം കറക്കൽ, അതും കായലിൽ. വേണ്ടെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ. ആരെങ്കിലും കേട്ടോ? എന്തായി? നല്ലോണം കറങ്ങിയില്ലേ? അതെന്തായാലും ഒരടിപൊളി തീരുമാനമായിരുന്നു. അങ്ങനെ ഫൈനലി കയറ്റവും ഇറക്കവും കയറ്റവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരയിലെത്തി. അങ്ങനെ കൊട്ടവഞ്ചി സവാരിയും കഴിഞ്ഞ് അടുത്തുള്ളൊരു തട്ടുകടയിൽ കയറി നല്ല ചൂടുള്ളൊരു കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീടുകളിലേക്ക്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലേ, ലൈഫിൽ അൺപ്ലാൻഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി രസമൊക്കെ ഉണ്ടാവും അല്ലേ?